നമസ്കാരം. ജോൺസൺസ് ടാർഗറ്റിൻ്റെ പ്രത്യേക പരിപാടിയായിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന പരിപാടിയായിട്ടുള്ള അപൂർവമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നിരീക്ഷണത്തിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരീക്ഷണത്തിൻ്റെ കഴിഞ്ഞ കുറേ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക്, നമ്മളെ പതിറ്റാണ്ടുകളായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ആണ് നിരീക്ഷണം ഇപ്രാവശ്യം നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. ആ ഒരു കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നമ്മളെ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും തെറ്റിദ്ധരിപ്പിച്ചതും ഒക്കെ വേറൊരു രീതിയിലായിരിക്കുമ്പോൾ നമ്മൾ നിരീക്ഷണത്തിലൂടെ യാഥാർത്ഥ്യത്തിൻ്റെ ആ മുഖം കാണാനായി നമ്മൾ തയ്യാറെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ ബാക്കിയുള്ളവരോടും പറഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള ഒരു വലിയ അസത്യം ഇന്നിവിടെ തകർന്നടിയുകയാണ്, അവസാനിക്കുകയാണ് ഇന്ന് ഇവിടെ ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ. വിദേശ മലയാളികൾ എന്ന് നമ്മൾ പറയുമ്പോൾ, പ്രവാസികൾ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മളെല്ലാവരും വളരെയധികം പ്രസക്തിയോടുകൂടി അവരെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ പറയാറ്, നമുക്ക് വേണ്ട ധനം കേരള ഉണ്ടാക്കിയതിന് ശേഷം ആ ധനം കൊണ്ടുവന്നത് പ്രവാസികളാണ്, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ നമ്മൾ വിദേശത്ത് പോയിട്ടുള്ള ആളുകളെ ഒരു ബഹുമാനത്തോടു കൂടി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ചാനലുകൾ, ഹിസ്റ്ററി, എക്കണോമിക്സ്, കൊമേഴ്സ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളോട് ഒറ്റ കാര്യമാണ്. അതായത് അവിടുത്തെ ഒരു പണം ഉണ്ടായിരുന്നില്ല എങ്കിൽ വിദേശങ്ങളിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ യൂറോപ്യൻ നാഷൻസിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒക്കെയുള്ള മണി ഇല്ലായിരുന്നുവെങ്കിൽ കേരള പട്ടിണിയിലാകുമായിരുന്നു എന്നാണ് നമ്മളെ ഇവരെ പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത് ഇത്രയും വർഷം. ഈ വിദേശത്ത് പണിയെടുക്കുന്ന അഥവാ ജോബ് ചെയ്യുന്നവർക്ക് ആരാണ് പണം നൽകുന്നത്? ആരാണ് അവർ വിദേശങ്ങളിൽ, ഫോറിൻ കൺട്രികളിൽ, ഫോറിൻ കമ്പനികളിൽ ജോലി ചെയ്യുന്നതിനുള്ള മണി കൊടുക്കുന്നത്? ഈ ചോദ്യം നമ്മൾ ഈ പറയുന്ന നിരീക്ഷണത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, കുവൈറ്റി ദിനാറിന് 250 കൂടുതൽ രൂപയാണ് വില എന്നറിയാം. അതുപോലെ തന്നെ UAE ദിർഹം, ഖത്തറി റിയാൽ, US ഡോളർ, പൗണ്ട് സ്റ്റേർലിംഗ്, UK അങ്ങനെയൊക്കെയുള്ള ഇതിന് ഒക്കെ വലിയ വിലയാണ്. 90 രൂപയാണ് US ഡോളറിന് വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്ന് നമുക്കിങ്ങോട്ട് പണം കൊണ്ടുവരികയാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ പണം കൊണ്ടിരുന്നു, നമ്മളിവിടെ അത് ഉപയോഗിച്ച് ജീവിക്കുന്നു. യാഥാർത്ഥ്യം അതാണോ? യാഥാർത്ഥ്യം അതല്ല. അതൊരു വലിയ വഞ്ചനയുടെ കഥയാണ്. നമ്മളൊരു കാര്യം ആലോചിക്കാം. അമേരിക്കയിൽ $1 കിട്ടുമ്പോൾ
ആ ഒരു ഡോളറിന് അമേരിക്കയിൽ $1 സാധനങ്ങളെ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. $1 സാധനമേ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ലോകത്തെ എല്ലായിടത്തും 1:1. അതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഒരു അമേരിക്കക്കാരൻ മലയാള ദേശത്ത് വരുമ്പോൾ അയാൾ 90 അമേരിക്കക്കാരനാവുന്നില്ല. അവനിവിടെ വരുമ്പോൾ ഒരാൾ തന്നെയാണ്, ഒരു അമേരിക്കൻ. പക്ഷേ അമേരിക്കക്കാരൻ കൊണ്ടുവരുന്ന ഡോളർ എങ്ങനെ 90 രൂപയായി മാറുന്നു? 1 ലോകത്തെല്ലായിടത്തും 1 എങ്ങനെയാണ് ഈ അമേരിക്കൻ ഡോളർ 90 മാറുന്നത്? ഇത് നമ്മൾ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മൾ ചോദിക്കാൻ മെനക്കെട്ടിട്ടില്ല. നമ്മൾ പറയുന്നത് അവരുടെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ പൈസ വരുന്നു എന്നുള്ളതാണ്. ചോദ്യം, 1 നിന്ന് 90 ആകാൻ, 1:1 ലോകത്തെല്ലായിടത്തും, 1 നിന്ന് 90 ആവാൻ ശിഷ്ടം വരുന്ന, ബാക്കി വരുന്നത് 89. 89 കൂട്ടണം 1:90. അങ്ങനെയാണല്ലോ കണക്ക്. അടിസ്ഥാന കണക്കാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. അപ്പോൾ ഈ 1-നെ 90 ആക്കാനുള്ള ഈ ബാക്കി വരുന്ന, ശിഷ്ടം വരുന്ന 89 രൂപ ആരാണ് കൊടുക്കുന്നത്? ആരുടെ കയ്യിൽ നിന്നാണ് അത് കൊടുക്കപ്പെടുന്നത്? ഇതാണ് നമ്മൾ അറിയാതെ പോയ ആ വലിയ ചതി. നമ്മുടെ നാട്ടിലെ, മലയാള ദേശത്തെ, ജീവിതത്തിൽ ഒരിക്കലും പുറമേക്ക് പോകാത്ത, ഇവിടെ ജീവിക്കുന്ന, മലയാള ദേശത്ത് ജീവിക്കുന്ന പിച്ചക്കാരടക്കമുള്ള, ഞെക്കിപ്പിഴിയപ്പെട്ടിട്ടുള്ള, അധ്വാനിക്കുന്ന ജനത ഉണ്ടാക്കുന്ന പണം കൊള്ളയടിച്ച് ഉണ്ടാക്കുന്ന, ടാക്സ് വഴിയും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയും കൊള്ളയടിച്ചുണ്ടാക്കുന്ന മണിയിൽ നിന്നാണ് 1-നെ 90 ആക്കാനുള്ള ബാക്കി 89 രൂപ കൊടുക്കണേ എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതാണ് സത്യം. നിരീക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ആ യാഥാർത്ഥ്യം ഇതാണ്. അതായത് $1 എന്ന് പറയുന്ന അമേരിക്കൻ കള്ളൻ്റെ $1 അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ബാക്കി വരുന്ന, 1-നെ 90 ആക്കാൻ ബാക്കി വരുന്ന 89 രൂപയും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വിദേശത്ത് പോകാത്ത, പിച്ചക്കാരടക്കമുള്ള, സാധാരണക്കാരനടക്കമുള്ള, നിത്യജീവിതത്തിൽ കഷ്ടിച്ച് അരിഷ്ടിച്ച് മുന്നോട്ട് പോകുന്നവൻ അവൻ്റെ ജീവിതമാകുന്ന സമയം കൊടുത്ത് സമ്പാദിക്കുന്ന പണമാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുവൈറ്റ് ദിനാർ ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 1:1. കുവൈറ്റ് ദിനാറിന് 250 രൂപ നമ്മൾ സങ്കല്പിക്കുക. 250 എത്താൻ 1-ന് എത്ര ബാക്കി വേണം? 249 രൂപ ആവശ്യമുണ്ട്. ഈ 249 രൂപ മലയാളികളാണ് കൊടുക്കുന്നത്. നമ്മുടെ ധനം, ഭാരതീയൻ്റെ ധനമാണ് ഈ 1-നെ 250 ആക്കാൻ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ പോയി ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസ് അവിടെ ജോലി ചെയ്യുകയും, ജോബ് ചെയ്യുകയും, അവരുടെ കമ്പനികളിൽ, ഗൾഫ് അടക്കമുള്ള കമ്പനികളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള പണം, അവരുടെ സാലറി കൊടുക്കുന്നത് നമ്മളാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ഇവിടെ നിന്ന് സൗജന്യമായിട്ട് ഇവിടെ നിന്ന് അവിടേക്ക് പോകുന്നവരുടെ, അവരവിടെ പോയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, വല്ലവന്മാർക്കും വേണ്ടിയിട്ട്, വെള്ളക്കാരന്മാടികളും അവരുടെ കമ്പനികൾക്കും വേണ്ടി ചെലവാക്കുന്ന സമയം, അവരുടെ ജീവിതം തുലച്ചു കളയുന്നതിന്, അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ നാടിനെ ശുഷ്കമാക്കുകയാണ് ചെയ്യുന്നത്.
നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് എന്താണ് കറൻസി എക്സ്ചേഞ്ച്. ആരാ തീരുമാനിക്കുന്നത് കറൻസി എക്സ്ചേഞ്ച്? ആരാണ് കറൻസി എക്സ്ചേഞ്ച് തീരുമാനിക്കുന്നത്? ഇത്രയാണ് ഇന്നതിന് ഇന്ന് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റുകളാണ്. നമ്മളെ ടാക്സ് പിഴിഞ്ഞെടുക്കുന്ന അതേ ഗവൺമെൻറ്റുകളാണ് കറൻസി റേറ്റ് തീരുമാനിക്കുന്നത്. ആര് പറഞ്ഞിട്ടാണ്? ആർക്കനുഗുണമായിട്ടാണ്? നമുക്കനുഗുണമായിട്ടല്ല ഇത് തീരുമാനിക്കുന്നത്. തീരുമാനിക്കപ്പെടുന്നത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിന് വേണ്ടിയിട്ട്, അവരുടെ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുത്തുവാളെടുത്തിട്ടും അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് മലയാളി ഭാരതീയൻ. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഫോറിൻ കറൻസി ഇവിടെ വരുന്നില്ല. ഫോറിൻ കറൻസി ഒന്നായിട്ട് തന്നെ വരേണ്ടത്. അതിന് ബാക്കിയുള്ള പൈസ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മുടെ പണമാണ് ഇവിടെ വിദേശ മലയാളികൾ എന്ന് പറയുന്നവർ ഇവിടെ ദൂർത്തടിക്കുന്നത്. അവരവിടെ പോയി പണി ചെയ്തു, അവർക്ക് വേണ്ടി പണി ചെയ്തു, അവരൊന്നു തന്നെ കൊടുക്കണുള്ളൂ. ഒന്ന് തന്നെ അവർ കൊടുക്കണുള്ളൂ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അത് 80, 90, 150, 250 മാറുന്നു. ആ വ്യതിയാനം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുന്നു. നമ്മുടെ നാടിന് വേണ്ടിയിട്ടല്ല അവർ പണി ചെയ്തിട്ടുള്ളത്, നമ്മുടെ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല, മലയാളി ദേശത്തിനോ മലയാള നാടിനോ മലയാളികൾക്ക് വേണ്ടിയിട്ടോ ഭാരതത്തിന് വേണ്ടിയിട്ടോ ഭാരതീയന് വേണ്ടിയിട്ടോ അല്ല അവർ പണി ചെയ്യുന്നത്. അവർ പണി ചെയ്യുന്നത് ആർക്കോ വേണ്ടിയിട്ടാണ്. മുഖമില്ലാത്ത കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട്, മുഖമില്ലാത്ത കുറേ കമ്പനികൾക്ക് വേണ്ടി നമ്മളെ ഇത്രയും കാലം അടക്കി ഭരിച്ചിട്ട്, ഇത്രയും കാലം ചൂഷണം ചെയ്ത് കൊള്ളയടിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ പണി ചെയ്ത് വന്നിട്ടുള്ളത്. അവരെ നമ്മൾ എന്ത് ഉത്തരവാദിത്വമാണ് അവരെ തീറ്റിപ്പോറ്റാൻ നമുക്കുള്ളത്? നമ്മുടെ ജീവിതം ചെലവഴിച്ചു കൊടുക്കുന്ന ഈ ധനം അവർക്ക് കൊടുക്കാൻ എന്താണ് നമ്മളുടെ ഉത്തരവാദിത്വം? ഏത് തരത്തിലാണ് നമ്മൾ അത് കൊടുക്കേണ്ടി വരുന്നത്? എങ്ങനെയാണ് നമ്മൾ അതിൽ കൊടുക്കേണ്ട ആളുകളായി മാറുന്നത്? ഇത് അടിച്ചേൽപ്പിച്ചതാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഡോളർ, ഓരോ ദിനാറ്, ഓരോ പുറമേ നിന്നുള്ള കറൻസികൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കണം, അത് 1:1 ബാക്കി അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന തട്ടിപ്പ് എത്രയാണോ അത് പൂർത്തീകരിക്കാൻ എത്ര രൂപ വേണം? അത് നമ്മുടെ പൈസ. ജീവിതത്തിൽ ഒരിക്കലും മലയാളമോ ഭാരതഭൂമിയോ വിട്ടു പോകാത്തവരെ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് അവളുടെ ജീവിതം കൊടുത്തുണ്ടാക്കുന്ന ധനം അഥവാ മണിയാണ് ആ പുറമെ ആർക്കോ വേണ്ടി പണിയെടുക്കുന്നവർക്കായി നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ജോബിൻ്റെ ഘടന. നമ്മൾ ജോബിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ജോബ് എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ജോബുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. വെറുതെ ഇരിക്കലാണ്, ഉൽപ്പാദനമില്ല. ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനമില്ല. എന്താണ് അവരുടെ ഉത്പന്നം? ഒന്നുമില്ല. അവരിങ്ങനെ ഇരിക്കുന്നു, നിയന്ത്രിക്കുന്നു, ലോസ് ഉണ്ടാക്കുന്നു, പിടിച്ചു പറിക്കുന്നു, വീണ്ടും ലോസ് ഉണ്ടാക്കുന്നു, പിടിച്ചു പറിക്കുന്നു. മനുഷ്യന്മാർ ശ്വാസം മുട്ടുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട്. വിലകയറ്റം അതിഭീകരമായ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നു. ആളുകൾ അതും കൊടുത്ത് വാങ്ങിക്കുന്നു. വില അതിനനുസരിച്ച് ടാക്സും വർദ്ധിപ്പിക്കുന്നു, ചാർജസ് വർദ്ധിപ്പിക്കുന്നു, ലെവി വർദ്ധിപ്പിക്കുന്നു, സെസ് വർദ്ധിപ്പിക്കുന്നു, കുസ് വർദ്ധിപ്പിക്കുന്നു. ഇതിങ്ങനെ കാലാകാലമായിട്ട് 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ മുതൽ ഇവിടെ നമ്മളെ മലയാളികളെ ഭാരതീയർ നരകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഊറ്റിക്കുടിച്ചുകൊണ്ടാണ് വിദേശികൾ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കമ്പനികൾ നിലനിൽക്കുന്നത് നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ സ്ത്രീകളുടെ, നമ്മളുടെ പുരുഷന്മാരുടെ, മലയാളികളുടെ, ഭാരതീയരുടെ ജീവരക്തം കുടിച്ചിട്ടാണ് ആ ദുഷ്ടശക്തികൾ അവിടെ നിലനിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തട്ടിപ്പിൽ പല എക്സ്പ്ലനേഷൻ കാണും. അവരതാണ് നമ്മളെ ഇഡക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഇഡക്കേഷൻ കിട്ടിയിട്ടുള്ള എല്ലാവരും ആവർത്തിക്കുന്നുവോ ആ ഡക്ക് പറഞ്ഞു കൊടുക്കുന്നത് ക്വാക്ക് എന്ന് പറയുന്ന ആ സൗണ്ട് ആവർത്തിക്കുകയല്ലാതെ വേറെ ഒരു പണിക്കും കൊള്ളാത്തവരാണ് ഈ ഡക്കേഷനിൽ പുറത്തു വരുന്നത്. അവർ തന്നെയാണ് ഇതും പറഞ്ഞത്. എക്സ്ചേഞ്ച് റേറ്റ്, കറൻസി റേറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച്. എന്ത് എക്സ്ചേഞ്ച്? ഒരു എക്സ്ചേഞ്ചും ഇല്ല. നമ്മുടെ പണം എടുത്തിട്ട് അവർക്ക് കൊടുത്തു. പണ്ട് അവർ നേരിട്ട് പിടിച്ച് പറിച്ചിരുന്നു. ഇപ്പോൾ
ആ തരത്തിൽ അവർ പിടിച്ചു പറിക്കുന്നു. ഇത്രയും ഭീകരമായൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എക്കണോമിക്സ് എന്ന് പറയുന്ന തട്ടിപ്പിലൂടെ, കൊമേഴ്സ് എന്ന് പറയുന്ന തട്ടിപ്പിലൂടെ, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന തട്ടിപ്പിലൂടെയൊക്കെ നമ്മുടെ തലയിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ഈ ചതി നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ നമ്മൾ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുകയും ബാക്കിയുള്ളവരെ ഈ തട്ടിപ്പ്, ഈ ചതിയാണ് ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. ജോൺ സ്റ്റാർക്കറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ അടുത്ത ഒരു ഭാഗവുമായി, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.